നട്ടിപ്പുട്ടി കേവ് യൂട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കേവ്. ആ കേവ് കണ്ടെത്തിയത് 1960-ലായിരുന്നു. 1600 അടിയിൽ നീളമുള്ള ചുരുങ്ങിയ പാതകളാണ് ഇതിലുള്ളത്. പല പേരുകളാണ് അവിടെയുള്ള പാതകളെ വിളിച്ചിരുന്നത്. ബർത്ത് കനാൽ, സ്കൗട്ട് ഈറ്റർ, ദ ബിഗ് സ്ലൈഡ് എന്നിങ്ങനെ. 2009 നവംബർ 24 ആ കേവ് ഒരാളുടെ ജീവിതവും ഒരുപാട് പേരുടെ ഹൃദയങ്ങളും നിലയ്ക്കാൻ കാരണമാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. ജോൺ എഡ്വേർഡ് ജോൺസ് 26 വയസ്സുള്ള മെഡിക്കൽ വിദ്യാർത്ഥി, ഭാവിയിൽ ശിശു ഹൃദ്രോഗ വിദഗ്ധനാവാൻ ആഗ്രഹിച്ച ഒരാൾ. കൂടെ സഹോദരൻ ജോഷും കൂട്ടുകാരും. ഒരു പ്രീ താങ്ക്സ് ഗിവിംഗ് കേവിംഗ് ട്രിപ്പ് അവർ സന്തോഷത്തോടെ ആരംഭിച്ചു. ജോണിന് കേവ് ഡൈവിംഗ് പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയതും കുരുങ്ങിയതുമായ പാതയായിട്ടും അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നില്ല. രാത്രി 8 മണി. ജോൺ ബർത്ത് കനാൽ ആണെന്ന് കരുതി മറ്റൊരു പാതയിലേക്കാണ് കയറിയത്. അത് മാപ്പ് ചെയ്യപ്പെടാത്ത 10 ഇഞ്ച് നീളമുള്ള 18 ഇഞ്ച് ഉയരമുള്ള ഒരു കുരുങ്ങിയ ക്രിവൈസ് ആയിരുന്നു. അദ്ദേഹം തലകീഴായി കയറിയതുകൊണ്ട് പിന്നിലേക്ക് തിരിയാനും കൈകാൽ ചലിപ്പിക്കാനും സാധിച്ചില്ല. ജോണിൻ്റെ സഹോദരൻ റെസ്ക്യൂ ടീമിനെ വിളിച്ചു. അവർ 3.5 മണിക്കൂർ കൊണ്ട് എത്തി. അവർ റോപ്സ്, പുള്ളീസ്, ഡ്രിൽസ് എല്ലാം കൊണ്ടുവന്നു. അടുത്ത 27 മണിക്കൂറിനുള്ളിൽ ജോണിനെ രക്ഷിക്കാൻ അവർ ശ്രമിച്ചു. അദ്ദേഹത്തിന് IV ഫ്ലൂയിഡ്സ് നൽകി. അതിനായി റെസ്ക്യൂവേഴ്സ് നാരോ പാസേജിൽ ഇഴഞ്ഞു ചെന്നു. ജോണിൻ്റെ ഭാര്യ എമിലി ടെലിഫോൺ വഴി വിളിച്ചു അദ്ദേഹത്തിനൊരു സന്ദേശം നൽകിയിരുന്നു. ഐ ലവ് യു, കീപ് ഫൈറ്റിംഗ് ജോൺ. അതൊരു തകർക്കുന്ന നിമിഷമായിരുന്നു. ജോണിനെ പുറത്തെടുക്കാൻ പുള്ളി സിസ്റ്റം ഉപയോഗിച്ചു. ഒരു റെസ്ക്യൂ ആങ്കർ കേവിലേക്ക് ബോൾട്ട് ചെയ്തു. ചില റെസ്ക്യൂ വർക്കേഴ്സ് കേവിൽ തന്നെ കിടന്ന് 12 മണിക്കൂർ വരെ ജോലി ചെയ്തു. പക്ഷേ സാങ്കേതികമായി ഒരു പ്രശ്നം സംഭവിച്ചു. ആങ്കർ പൊട്ടി, പുള്ളി ഫെയിലായി. ജോൺ വീണ്ടും താഴ്ചയിലേക്ക് വീണു. ഇനി ആ മനുഷ്യനെ ആർക്കും പുറത്തെടുക്കാൻ സാധിക്കില്ലെന്ന് റെസ്ക്യൂവേഴ്സ് മനസ്സിലാക്കി. നവംബർ 25 രാത്രി 11:56 ജോൺ എഡ്വേർഡ് ജോൺസ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. കേവിൻ്റെ അത്യന്തം അകത്തുള്ള കുഴിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം. മാറ്റാൻ പറ്റാത്തത്ര കുരുങ്ങിയ കല്ലുകൊണ്ട് ചുറ്റപ്പെട്ട ഒരു അന്തിമ പാത. അദ്ദേഹത്തിൻ്റെ ശരീരം പുറത്തെടുക്കാൻ പറ്റാത്തതിനാൽ നട്ടിപ്പുട്ടി കേവ് പൂർണ്ണമായി കോൺക്രീറ്റും കല്ലുകളും കൊണ്ട് അടയ്ക്കപ്പെട്ടു. ഒരു സ്മാരക ഫലകം കേവിൻ്റെ മുൻപിൽ സ്ഥാപിച്ചു. ഇതിലിങ്ങനെ എഴുതിയിരുന്നു: ജോൺ എഡ്വേർഡ് ജോൺസ് റെസ്റ്റിംഗ് ഹിയർ ഇൻ പീസ് ഫോർ എവർ അണ്ടർഗ്രൗണ്ട്. ശേഷം 2016 ദ ലാസ്റ്റ് ഡിസെൻറ്റ് എന്ന ചിത്രം പുറത്തിറങ്ങി. അതിൽ കേവ് ഡൈവിങ്ങിൻ്റെ അപകട സാധ്യതകൾ നമ്മെ വ്യക്തമായി കാണിക്കുന്നു.